46-കാരനായ ഉദയനിധി സ്റ്റാലിൻ തമിഴ്നാട് ഉപമുഖ്യമന്ത്രി. തമിഴ്നാട്ടിൽ DMKയിൽ ഒരു തലമുറ മാറ്റം സാധ്യമായിരിക്കുന്നു. M കരുണാനിധിയിൽ നിന്ന് MK സ്റ്റാലിനിലേക്കുള്ള തലമുറ മാറ്റം പോലെ ആയിരുന്നില്ല സ്റ്റാലിനിൽ നിന്ന് ഉദയനിധിയിലേക്കുള്ള മാറ്റം. ഈ തലമുറ മാറ്റത്തിൻ്റെ വ്യത്യാസം എന്തുകൊണ്ടാണ് ധൃതി പിടിച്ച രാഷ്ട്രീയത്തിൽ 5 വർഷത്തിൽ താഴെ പരിചയമുള്ള ഉദയനിധി സ്റ്റാലിനെ തമിഴ്നാട് ഉപമുഖ്യമന്ത്രിയായി സ്റ്റാലിൻ തീരുമാനിച്ചത്? പരിശോധിക്കാം. MK സ്റ്റാലിൻ 14-ാം വയസ്സിൽ കൗമാരത്തിൽ തുടങ്ങിയതാണ് രാഷ്ട്രീയ പ്രവർത്തനം. 9 തവണ നിയമസഭയിലേക്ക് മത്സരിച്ചു, 7 തവണ ജയിച്ചു, 2 തവണ പരാജയപ്പെട്ടു. 56-ാം വയസ്സുവരെ കാത്തിരിക്കേണ്ടി വന്നു സ്റ്റാലിന് ഉപമുഖ്യമന്ത്രിയാവാൻ. പിന്നെ 68-ാം വയസ്സുവരെ കാത്തിരിക്കേണ്ടി വന്നു മുഖ്യമന്ത്രിയാവാൻ. അപ്പോഴേക്ക് M കരുണാനിധി അന്തരിച്ചിരുന്നു. ഏറ്റവും കൂടുതൽ കാലം തമിഴ്നാട് ഭരിച്ച M കരുണാനിധി മരണം വരെയും DMKയുടെ പ്രസിഡന്റ് സ്ഥാനം വിട്ടുകൊടുക്കാനും തയ്യാറായിരുന്നില്ല. അങ്ങനെ ദീർഘകാലം പിൻഗാമിയാകാൻ വേണ്ടി കാത്തിരിക്കേണ്ടി വന്ന സ്റ്റാലിൻ ആ അനുഭവത്തിൻ്റെ ഒരംശം മകന് കൊടുക്കാൻ തയ്യാറായില്ല എന്നു മാത്രമല്ല, അനായാസമായ ഒരു അനന്തരഗാമിയെ പ്രഖ്യാപിക്കലും ആരാണ് തനിക്കു ശേഷം പാർട്ടിയെയും തമിഴ്നാടിനെയും നയിക്കേണ്ടതെന്ന് പ്രഖ്യാപിക്കുകയും കൂടിയായിരുന്നു സ്റ്റാലിൻ. അതുകൊണ്ട് തന്നെയാണ് 2019 ആദ്യമായി രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരുന്നത്, യൂത്ത് വിങ്ങിലേക്ക് കടന്നു വരുന്നത് ഉദയനിധി സ്റ്റാലിൻ. 2021 ചെപ്പോക്കിൽ നിന്ന് MLA ആയി മത്സരിച്ച് MLA ആവുന്നു. തുടക്കത്തിൽ അദ്ദേഹത്തിന് മന്ത്രിസ്ഥാനം നൽകാൻ തയ്യാറായില്ല. എന്നാൽ 2022 അദ്ദേഹത്തെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുന്നു. സ്റ്റാലിൻ്റെ മകൻ എന്ന മേൽവിലാസം മാത്രമാണോ ഉദയനിധി സ്റ്റാലിനുള്ളത്? രാഷ്ട്രീയത്തിൽ അത് അങ്ങനെയല്ല എന്ന് തെളിയിക്കുന്നതായിരുന്നു സനാതന പരാമർശം. സനാതന പരാമർശം ഇന്ത്യ മുന്നണിക്കും കോൺഗ്രസിനുമൊക്കെ ദേശീയ തലത്തിൽ ചില പ്രശ്നങ്ങൾ സൃഷ്ടിച്ചുവെങ്കിലും തമിഴ്നാടിനെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ദ്രാവിഡ രാഷ്ട്രീയം വിധി നിർണ്ണയിക്കുകയും വോട്ട് നിശ്ചയിക്കുകയും ചെയ്യുന്ന തമിഴ്നാട്ടിൽ സനാതന രാഷ്ട്രീയത്തിന്, സനാതന ധർമ്മങ്ങൾക്കെതിരായ മുദ്രാവാക്യങ്ങൾക്ക്, വർത്തമാനങ്ങൾക്ക് സവിശേഷമായ രാഷ്ട്രീയ പ്രാധാന്യമുണ്ടെന്ന് തിരിച്ചറിഞ്ഞ ഉദയനിധി സ്റ്റാലിൻ സ്വന്തം നിലപാടിൽ ഉറച്ചു നിന്നു. ശേഷം കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പ്. ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ്നാട്ടിൽ ഇന്ത്യ മുന്നണിക്ക് പ്രചരണത്തിൽ നായകസ്ഥാനം ഏറ്റെടുത്തു നിന്നത് ഉദയനിധി സ്റ്റാലിനാണ്. പ്രചരണം നയിച്ചത് ഉദയനിധിയാണ്. ഉദയനിധിയുടെ നേതൃത്വത്തിൽ നടന്ന ആ വലിയ പ്രചരണത്തിൽ ഒടുവിൽ തമിഴ്നാട്ടിലെ 39 സീറ്റിലും ഇന്ത്യ മുന്നണി തൂത്തുവാരി. ഒപ്പം പുതുച്ചേരിയിലെ 1 സീറ്റടക്കം നോക്കിയാൽ 40 സീറ്റുകളിൽ വിജയം നേടിക്കൊണ്ടാണ് ഉദയനിധി തൻ്റെ രാഷ്ട്രീയ കഴിവ് തെളിയിച്ചത്. മന്ത്രി എന്ന നിലയിലും നിരവധി അന്തർദേശീയ പരിപാടികൾ ചെന്നൈയിലേക്ക് കൊണ്ടുവന്ന ആ തരത്തിലും പ്രതിച്ഛായ വർദ്ധിപ്പിക്കാൻ ഉദയനിധി സ്റ്റാലിന് കഴിഞ്ഞിട്ടുണ്ട്. ഇതെല്ലാം മുൻകൂട്ടി കണ്ടുകൊണ്ട് അദ്ദേഹത്തിന് ഇനി ആരാവണം, തനിക്ക് ശേഷം ആരോഗ്യ പ്രശ്നങ്ങളുള്ള സ്റ്റാലിൻ, ആരോഗ്യ പ്രശ്നങ്ങൾക്ക് അപ്പുറത്തേക്ക് ഇതിലും വലിയ ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു കരുണാനിധിക്ക്. പക്ഷേ കരുണാനിധി അപ്പോഴൊന്നും അങ്ങനെ തൻ്റെ അനന്തരഗാമി ആരാ എന്ന് പൂർണ്ണമായും പ്രഖ്യാപിക്കാൻ തയ്യാറായിരുന്നില്ല. മക്കൾ തമ്മിലുള്ള പോരുമൊക്കെ കരുണാനിധിയെ സംബന്ധിച്ച് അഴഗിരി ഒരു ഭാഗത്ത് നിൽക്കുന്നു, സ്റ്റാലിൻ മറുഭാഗത്ത് നിൽക്കുന്നു, മറ്റൊരു ഭാഗത്ത് കനിമൊഴി നിൽക്കുന്നു. അങ്ങനെ പരമാവധി കുടുംബത്തിനുള്ളിലെ പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ സ്റ്റാലിനെ സംബന്ധിച്ച് അതില്ല. ആ പ്രശ്നങ്ങളൊക്കെ കണ്ട് നേരിട്ട് അതിൻ്റെ ദുരിതങ്ങളും ദുഃഖങ്ങളും അനുഭവിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ കൂടിയാണ് സ്റ്റാലിൻ അനായാസമായി തൻ്റെ മകനിലേക്ക്, 46-കാരനായ മകനിലേക്ക് രാഷ്ട്രീയ പിൻഗാമിത്വം ഏൽപ്പിക്കുന്നത്. എന്തുകൊണ്ടാവും പക്ഷേ ഇത്ര ധൃതി പിടിച്ച് സ്റ്റാലിൻ ഇങ്ങനെയൊരു പ്രവൃത്തി ചെയ്തത്? അതിന് മറ്റൊരു കാരണം കൂടിയുണ്ട്. അതാണ് വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2026 തമിഴ്നാടിനെ സംബന്ധിച്ച് പ്രചരണത്തിൽ മുന്നിൽ നിൽക്കാൻ പോകുന്നത് DMKയ്ക്ക് എതിരാളികളായി പ്രധാനമായും വരാൻ പോകുന്നത് ADMK ആവില്ല എന്നുള്ള ചിത്രമാണ് വരുന്നത്. ADMKയെ സംബന്ധിച്ച് തലപ്പൊക്കമുള്ള നേതാക്കൾ ADMKയിൽ ഇപ്പോഴില്ല. അല്ലെങ്കിൽ ജയലളിതയുടെ മരണശേഷം ആ പാർട്ടിക്ക് ഇനി വളർച്ചയുണ്ടോ എന്നതിൽ പോലും രാഷ്ട്രീയ നിരീക്ഷകരടക്കം സംശയം പ്രകടിപ്പിക്കുന്ന ഒരു ഘട്ടത്തിൽ ഒരു ഭാഗത്ത് തമിഴ്നാട്ടിൽ ഏറ്റവും കൂടുതൽ യുവജനങ്ങളുടെ പിന്തുണയുള്ള, ഏറ്റവും കൂടുതൽ പ്രേക്ഷക പിന്തുണയുള്ള താരം വിജയ് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുന്നു.
പുതിയ തലമുറയെ ആകർഷിക്കുവാൻ കഴിയുന്ന തരത്തിലേക്ക്, കർഷകരെ, സാധാരണക്കാരെ, തൊഴിലാളികളെ ആകർഷിക്കാൻ കഴിയുന്ന തരത്തിലേക്ക് ഒരു രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിക്കുകയാണ്. എങ്ങനെയാണോ MGRന് തൻ്റെ പ്രതിച്ഛായ, തൻ്റെ വെള്ളിത്തിരയിലെ പ്രതിച്ഛായയെ വോട്ടാക്കി മാറ്റാൻ കഴിഞ്ഞത്, ആ മട്ടിൽ പല സിനിമാ താരങ്ങൾ വന്നെങ്കിലും ആർക്കും ആ മട്ടിലേക്ക് ഒരു മുന്നേറ്റമുണ്ടാക്കാൻ കഴിഞ്ഞില്ല. അതിനുശേഷം ഇത് വലിയൊരു മുന്നേറ്റം, തൻ്റെ നായകൻ എന്ന പ്രതിച്ഛായ രാഷ്ട്രീയത്തിലും നായക പ്രതിച്ഛായയിലേക്ക് മാറ്റാനുള്ള ശ്രമവുമായി വിജയ് ഒരു ഭാഗത്ത് നിൽക്കുന്നു. തള്ളിക്കളയാനാവില്ല വിജയ് എന്ന 50കാരനെ. മറുഭാഗത്ത് ADMKയിൽ നിന്ന് ചോർന്നു പോകുന്ന സവർണ വോട്ടുകൾ, അല്ലെങ്കിൽ ADMKയ്ക്ക് ചെയ്തിരുന്ന തേവർ വിഭാഗത്തിൽ നിന്നുള്ള വോട്ടുകൾ, അങ്ങനെ പ്രധാനപ്പെട്ട അത്തരം വോട്ട് ബാങ്കുകളെല്ലാം സ്വന്തം പക്ഷത്തേക്ക് കൊണ്ടുവന്ന് BJPയെ തമിഴ്നാട്ടിലെ പ്രധാനപ്പെട്ട ഒരു പാർട്ടിയാക്കി മാറ്റിയത് 40കളിൽ നിൽക്കുന്ന അണ്ണാമലയാണ്. അണ്ണാമലയുടെ നേതൃത്വത്തിൽ, അണ്ണാമല മുൻ IAS ഉദ്യോഗസ്ഥൻ കൂടിയായ അണ്ണാമല സ്വന്തം നിലയിൽ തമിഴ്നാട്ടിൽ BJPയിൽ ഒരു സ്ഥാനമുറപ്പിക്കുകയും BJPക്ക് തമിഴ്നാട്ടിൽ ഒരു സ്ഥാനം സൃഷ്ടിക്കുകയും ചെയ്ത നേതാവാണ്. ഒരു ഭാഗത്ത് അണ്ണാമല നിൽക്കുന്നു, 50ൽ താഴെയുള്ളയാൾ, ഒരു ഭാഗത്ത് വിജയ് നിൽക്കുന്നു. അപ്പോൾ മറുഭാഗത്ത് 68 അല്ലെങ്കിൽ അടുത്ത തെരഞ്ഞെടുപ്പ് വരുമ്പോഴേക്കും 70 കടക്കുന്ന MK സ്റ്റാലിനെ പോലെ ഒരു നേതാവ് പോരാ, ഒരു ചെറുപ്പക്കാരൻ തന്നെ നിന്ന് നയിക്കണം എന്നുള്ള രാഷ്ട്രീയ തീരുമാനത്തിൻ്റെ കൂടി ഫലമാണ് ഉദയനിധി സ്റ്റാലിൻ എന്ന 46കാരനെ നിരവധി സിനിമകളിൽ നായകനായ ഉദയനിധി സ്റ്റാലിനെ, നായക പരിവേഷമുള്ള, വിജയുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഉദയനിധിയുടെ നായക പരിവേഷത്തെ നമുക്ക് ആ തരത്തിൽ കാണാൻ കഴിയില്ല. സിനിമാ നിർമ്മാതാവെന്ന നിലയ്ക്ക് വിജയിച്ച ഒരു സിനിമാ നിർമ്മാതാവായും സിനിമാ വിതരണക്കാരൻ എന്ന നിലയ്ക്ക് അതിലും മേലെ വിജയം കണ്ട ഒരു, എങ്ങനെയാണോ സിനിമാ ബിസിനസ്സിൽ പരമ്പരാഗതമായി കരുണാനിധി കുടുംബത്തിനുള്ള ആ സിനിമാ ബിസിനസ്സിൽ ഉദയനിധി സ്റ്റാലിൻ തൻ്റെ വരവറിയിച്ചത്, തൻ്റെ വിജയം ആവർത്തിച്ചു തെളിയിച്ചത്, അതുപോലെ തന്നെ രാഷ്ട്രീയത്തിലും വിജയം ആവർത്തിച്ച് തെളിയിക്കുവാനുള്ള ശ്രമത്തിലാണ്. പക്ഷേ ഉദയനിധിയുടെ ഈ ശ്രമത്തിന് മുഖ്യ വെല്ലുവിളിയായി 2024 മറുഭാഗത്ത് വിജയ് എന്ന നായക നടൻ ഉണ്ടാവും, രാഷ്ട്രീയ നായകനുണ്ടാവും. ഒരു ഭാഗത്ത് അണ്ണാമല എന്ന BJPയുടെ സംസ്ഥാന നേതാവുണ്ടാവും. ഈ രണ്ടുപേരും നിൽക്കുമ്പോൾ ആ രണ്ടുപേരെയും എതിരിട്ടുകൊണ്ട് വീണ്ടും ഒരിക്കൽ കൂടി തമിഴ്നാട്ടിൽ ഭരണം ഉറപ്പിക്കുക എന്ന വലിയ വെല്ലുവിളിയാണ് ഉദയനിധി സ്റ്റാലിന് മുന്നിലുള്ളത്. സ്വന്തം പാർട്ടിയിലെ പ്രധാനപ്പെട്ട സീനിയർ നേതാക്കളെ അടക്കം കൂട്ടിയോജിപ്പിച്ച് നിർത്തുക. ഇങ്ങനെ ഒരു മാറ്റത്തിൽ DMKയിലെ മറ്റ് തലമുതിർന്ന പല നേതാക്കൾക്കും എതിർപ്പുണ്ടെങ്കിലും തൽക്കാലം DMKയുടെ ഇപ്പോഴത്തെ സ്റ്റാലിൻ്റെ അപ്രമാദിത്വം കൊണ്ട് അത് പുറത്തു പറയാൻ കഴിയാത്ത അവസ്ഥയുണ്ട്. അവരെ അടക്കം സ്വന്തം പാർട്ടിയിൽ നിലനിർത്തിക്കൊണ്ട് എങ്ങനെ തനിക്ക് ഒരു നേതാവായി മാറാം എന്നുള്ള വലിയ വെല്ലുവിളിക്ക് മുന്നിലാണ് ഉദയനിധി നിൽക്കുന്നത്. എന്തായാലും തമിഴ്നാട് രാഷ്ട്രീയം മാറുകയാണ്. 50കളിൽ താഴെ നിൽക്കുന്നവരോ അല്ലെങ്കിൽ 50ൽ അടുത്തു നിൽക്കുന്നവരോ ഒക്കെ ആവും അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ തമിഴ് രാഷ്ട്രീയത്തിൻ്റെ വിധി നിശ്ചയിക്കുക.